പിതാ പുത്ര പവിത്രാത്മനേ പ്രണാമം. പിതാ പുത്ര പവിത്രാത്മനേ പ്രണാമം. പിതാ പുത്ര പവിത്രാത്മനേ പ്രണാമം. റേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് ക്രൈസ്തവ സമൂഹവും നമ്മുടെ കുഞ്ഞുമക്കളും യുവജനങ്ങളും വിശ്വാസ സമൂഹവുമൊക്കെ അവരുടെ മുമ്പിൽ ഉയർത്തപ്പെടുന്ന ചില വിശ്വാസത്തിന്റെ വെല്ലുവിളികളെ കുറിച്ച് സംശയാലുകളാണ്. അതിലെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്രൈസ്തവർ ബഹുദൈവ വിശ്വാസികളാണോ എന്നുള്ളതാണ്. ഏകദൈവം ത്രിത്വമാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇപ്പം ക്രൈസ്തവ വിശ്വാസികൾ ബഹുദൈവ വിശ്വാസികളാണ് എന്നുള്ളൊരു സംശയം ജനിപ്പിച്ചാൽ അത് നമ്മുടെ വിശ്വാസത്തിന് വലിയ വെല്ലുവിളികളാകും എന്നുള്ളത് അറിയാവുന്ന ചില സംഘടിതമായ പ്രവർത്തനങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് മേലെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് സഭ നമ്മളോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഉയർത്തപ്പെടുന്ന വലിയ വെല്ലുവിളികളെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ചോദ്യം ഉന്നയിക്കുകയും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ ഉയർത്തപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏക ദൈവമാണോ എന്നുള്ളതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിലാണ്, അല്ലെ ത്രിത്വൈക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം സംശയമില്ലേ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ വിശ്വസിക്കുന്നത് ഏകദൈവത്തിലാണ്. അത് വിശ്വാസ പ്രമാണത്തിന്റെ അന്തസത്തയാണ്, കാതലാണ്, അതിനകത്ത് ഒരു സംശയമില്ല. എന്നാൽ ഈ ഏകദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സംശയമാണ്. നമുക്ക് സംശയമില്ല, എന്നാൽ സംശയത്തോടെ വീക്ഷിക്കുന്ന പലരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ ബഹുദൈവ വിശ്വാസികളാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിക്കപ്പെടുന്നത്. ഇന്നേ ദിവസം നമ്മൾ അതിൻ്റെ ചില ഉത്തര തലങ്ങളിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന വൈദികരെ ഒന്ന് പരിചയപ്പെടാം. ഫാദർ അഖിൽ പത്തിൽ, ഫാദർ ജോസ് തയ്യിൽ, ഫാദർ ജിസ്മോൻ മാടശ്ശേരി, ഫാദർ ജോസഫ് ഓണാട്ട്. നമ്മളുടെ അല്ലെന്നുണ്ടെങ്കിൽ ക്രൈസ്തവർ ബഹുദൈവ വിശ്വാസികളാണോ അതോ ഏകദൈവ വിശ്വാസികളാണോ? അതോടൊപ്പം തന്നെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്, ഈ ഒറ്റ ദൈവത്തിൽ അല്ലെ ഏകദൈവത്തിൽ എങ്ങനെയാണ് 3 ആളുകൾ ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ച് സഭയുടെ പ്രബോധനങ്ങളും നമ്മുടെ വചനമനുസരിച്ചും അച്ഛന് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുക. അച്ഛൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. മതങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ജുഡൈസം, ഈ 3 മതങ്ങളും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു ആ ഏകദൈവം ത്രിത്വമാണ്, 3 വ്യക്തികൾ അതിലുണ്ട്. അത് മറ്റ് 2 മതങ്ങളും, ജുഡൈസം അതായത് യഹൂദ മതം, അത് നിരാകരിക്കുന്നു. അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. ത്രിത്വൈകം എന്നൊരു ദൈവം എന്നൊരു കൺസെപ്റ്റ് അവർക്കില്ല. അതുപോലെ തന്നെ ഇസ്ലാം മതവും പറയുന്നു ഏകദൈവത്തിൽ. അവരും നമ്മളെ കാണുന്നത് നമ്മൾ 3 ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന രീതിയിലാണ്. ഇത് നമ്മൾ പ്രത്യേകം അറിയണം. ഈ ഏകദൈവം, അതോടൊപ്പം തന്നെ അതിൽ 3 വ്യക്തികളുണ്ട്, ത്രിത്വം എന്ന് സഭ പഠിപ്പിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വാക്കുകളുണ്ട്. അതിലൊന്നാണ് സത്ത. നമ്മൾ ഇംഗ്ലീഷിൽ അത് വരുമ്പോൾ സബ്സ്റ്റൻസ്. അടുത്ത ഒരു വാക്കാണ് പേഴ്സൺസ്, വ്യക്തികൾ. മൂന്നാമതൊരു കാര്യമാണ് റിലേഷൻ, ബന്ധം. ഈ 3 വാക്കുകൾ വെച്ചാണ് നമുക്ക് ത്രിത്വൈക ദൈവത്തെ പറയാൻ പറ്റുകയുള്ളൂ. അപ്പം ഏകദൈവമാണ് 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3 വ്യക്തികൾ എന്ന് പറയുമ്പോൾ സഭ കൃത്യമായി നമ്മളോട് പറയുന്ന കാര്യമുണ്ട്, 3 ദൈവങ്ങളല്ല.
ഈശോ മാമോദീസ നമ്മൾ സ്വീകരിക്കണം. അതായത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കുവിനെന്നാ. 3 ദൈവങ്ങളായിരുന്നെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. നാമത്തിൽ. ഏകദൈവമാണ്. ആ ഏകദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. ഈ 3 വ്യക്തികൾ എന്താണ് അവരിൽ ഏകത്വമായിട്ടുള്ളത്? അവരുടെ ദൈവത്വം. അതാണ് സത്ത എന്ന് പറയുന്നത്. ഈ സത്ത, അത് ദൈവത്വം അല്ലെങ്കിൽ അവരുടെ പ്രകൃതി എന്ന് നമ്മൾ പറയുന്നത് അത് സത്തയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, ഞങ്ങളെ പഠിപ്പിച്ചപ്പം, ട്രിനിറ്റി പഠിപ്പിച്ചപ്പം ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ്, പിതാവ് എവിടെയുമെല്ലാം ഉണ്ടോ അവിടെ പുത്രനും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. പുത്രൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെ പിതാവും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം ഉണ്ടോ അവിടെ പിതാവും ഉണ്ട്, പുത്രൻ. ഈ 3 പേരെ നമുക്ക് വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. അപ്പൊ ത്രിയേക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മള് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുമ്പോൾ നമ്മൾ ഈശോയെ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും സത്യം പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്നത് ത്രിയേക ദൈവത്തെയാണ്. ഈശോയുടെ സാന്നിധ്യം മാത്രമല്ല അവിടെ ഉള്ളത്, ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അപ്പൊ ത്രിയേക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ത്രിയേക ദൈവത്തിന്റെ പ്രത്യേകത എന്താ? ഈ 3 വ്യക്തികളുടെ പ്രത്യേകത എന്താ? ഈ 3 വ്യക്തികൾ ഒരേ സത്തയുള്ളവരാണ്. അതാണ് അവരുടെ ദൈവത്വം. എന്നാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ അല്പവും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ഒറ്റ ദൈവത്തിൽ എങ്ങനെയാണ് 3 വ്യക്തികൾ ഉണ്ടാവുക? അപ്പം തന്നെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ളത്, എന്തിനാണ് ഈ ദൈവത്തിൽ 3 ആളുകൾ? ഒറ്റ ദൈവം ഒറ്റയായിട്ട് തന്നെ ഇരുന്നാൽ പോരെ? അതിനെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും ഒരു മറുപടി പറയാൻ പറ്റുമോ? എന്തിനാണെന്ന് ചോദിക്കുമ്പോ ഞാനിത് ചോദിക്കുന്നത് മാനുഷികമാണ്. നമുക്കറിയാം, യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൈവമല്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. കാരണം യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൈവമാണെങ്കിൽ അതൊരിക്കലും ദൈവമാവത്തില്ല. കാരണം യുക്തി കൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാം മനുഷ്യന് കീഴടക്കി കഴിഞ്ഞു. എന്നാൽ മനുഷ്യന് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയും. അതായത് നാം ഇതുവരെ മനസ്സിലാക്കിയതിനേക്കാളും എത്രയോ കൂടുതലാണ്, വലിയവനാണ് ദൈവം. നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതല്ല, വിശ്വസിക്കുക എന്നാണ്. ത്രിയേക ദൈവമുണ്ടോ അതിൻ്റെ ഒറ്റ അടിസ്ഥാനം ദൈവമാണ് വെളിപ്പെടുത്തിയത്, തൃത്വേക ദൈവമുണ്ട് എന്നുള്ള കാര്യം. അതിനകത്ത് ഒരു ബഹുരൂപം ഉണ്ടെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്. പുത്രൻ പിതാവിനെ പരിചയപ്പെടുത്തുന്നു, പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് പുത്രനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഇവർ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നു. അങ്ങനെ ത്രിയേക ദൈവമാണ്. ഏകദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വെളിപ്പെടുത്തിയത് ദൈവം തന്നെയാണ്, വചനമാണ് നമുക്ക് വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിനെ അംഗീകരിക്കാം, മനസ്സിലായെങ്കിലും മനസ്സിലായില്ലെങ്കിലും അതിനെ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ് മനുഷ്യരായ, ബലഹീനരായ അല്ലെങ്കിൽ വേണ്ടത്ര ബോധ്യങ്ങളില്ലാത്ത മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇനി അംഗീകരിക്കുമ്പോഴും അച്ഛൻ ചോദിച്ച ചോദ്യം പ്രധാനമാണ്, എന്തിനാണ് 3 ആളുകൾ, എന്തിനാണ് 3 വ്യക്തികൾ? അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അവർ തമ്മിലുള്ള സ്നേഹത്തെ കാണിക്കുവാനും കൂട്ടായ്മയെ കാണിക്കുവാനും വേണ്ടി തന്നെയാണ്. കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതം വ്യക്തിപരമല്ല, നമ്മുടെ സഭയുടെ ഒരു കൂട്ടായ്മയുള്ള വിശ്വാസമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നു. പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് ഒരു വ്യക്തിക്കല്ല, സഭയ്ക്കാണ്, ഒരു കൂട്ടായ്മയ്ക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കപ്പെടാൻ ഒരാളുണ്ടാവണം, അല്ലേ? അതാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. സ്നേഹിക്കപ്പെടുവാൻ ഒരാളുണ്ടാവണം. അത് പിതാവായ ദൈവം ആണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ. പുത്രനായ ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ആളെന്ന് വേണം വിശേഷിപ്പിക്കാം. ബിഗോട്ടൺ സൺ എന്നാണ് പറയുക. അപ്പം സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇതിനകത്തെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പം ത്രിയേക ദൈവത്തിൽ സ്നേഹം അടങ്ങിയിരിക്കുന്നവർ ഇവർ പരസ്പരം സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നും പരസ്പരം ഐക്യത്തിലായിരിക്കേണ്ടത് എങ്ങനെയാണെന്നും കാണിക്കാനും വിശേഷിപ്പിക്കാനും. ഈ ത്രിത്വത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോഴും ഇതേ കാര്യം തന്നെയാണ്, അഖിലച്ചൻ പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ് എഴുതിയേക്കണത്. അതൊരു അഗ്നിപർവ്വതത്തിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞേക്കണേ. അഗ്നിപർവ്വതം പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ലാവ ഒഴുകി വരുന്നു. ഈ പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വലിയൊരു കൂട്ടായ്മയാണ്. ഒരു മനുഷ്യൻ ഈ ത്രിത്വത്തോട് കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ആ മനുഷ്യനിലും ആ സ്നേഹം, ആ ഐക്യം കാണാനായിട്ട് സാധിക്കുമെന്നാണ് ആ പുസ്തകത്തിൽ ഇങ്ങനെ വിവരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടേതായ പ്രാർത്ഥനകളൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും തുടങ്ങുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് ഈ ത്രിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻഡിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അതുണ്ടാവും. അതൊരു ഭാഷാ ശൈലിയോ അല്ലെങ്കിൽ ഒരു അലങ്കാര ശൈലിയോ അല്ല, മറിച്ച് ദൈവാനുഭവത്തിലേക്കുള്ള ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ ഒരു ആഹ്വാനമായിട്ടുള്ള ഒരു തുടക്കമാണ്.
ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഐക്യമാണ് ഈ പരിശുദ്ധ ത്രിത്വം എന്ന് തന്നെയാണ് അഖിലച്ചൻ്റെ ഒപ്പം തന്നെ പറയുന്നതായിരിക്കും എളുപ്പം. നമുക്കതായത് നമ്മൾ ഈ ത്രിത്വിക ദൈവത്തെ നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ കണ്ടു. കാരണം മനുഷ്യന് വളരെ ലിമിറ്റഡാണ്. ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ഡോക്ടറാണ്. എന്നാൽ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, ഡോക്ടറിൻ്റെ ഹൃദയം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ചിലപ്പം ഹൃദയം കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പം കാർഡിയാക് സർജറി ഒക്കെ നടക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ഹൃദയം കണ്ടിരിക്കും. പക്ഷേ ഡോക്ടറിന് ഒരിക്കലും ഡോക്ടറിൻ്റെ ഹൃദയം കാണാൻ പറ്റത്തില്ല, അത്രത്തോളം പരിമിതമാണ്. ഇത്ര അറിവുള്ള വ്യക്തിയായിരിക്കും. അത് നമുക്കറിയാം, കാർഡിയാക് സർജൻസ് അവരുടെ ഹൃദയം ഒരിക്കലും കണ്ടിട്ടില്ല. മനുഷ്യൻ വളരെ ലിമിറ്റഡാണ്. മനുഷ്യൻ്റെ അറിവും വളരെ ലിമിറ്റഡാണ്. അവൻ്റെ കാഴ്ച കൊണ്ട് എത്തിപ്പെടാവുന്നത്, കേൾവി കൊണ്ട് എത്തിപ്പെടാവുന്നത്, തൊട്ടറിയാനും പറ്റുന്നത്, ഇതെല്ലാം വളരെ ലിമിറ്റഡാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ ദൈവത്തെ യുക്തി കൊണ്ട് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് ക്രൈസ്തവ മതം വിട്ടുപോയ ഒരു പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് ഈ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന്. ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഒരിക്കലും ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദൈവമല്ല. യുക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ടാണ് ഈ ദൈവസങ്കല്പനങ്ങളിൽ തന്നെ വിഭിന്നമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അത് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രാചീന മനുഷ്യൻ കല്ലിനെ ആരാധിച്ചു, മണ്ണിനെ ആരാധിച്ചു, ആകാശത്തെ ആരാധിച്ചു, സൂര്യനെ ആരാധിച്ചു, ചന്ദ്രനെ ആരാധിച്ചു. കാര്യം ഇവരെക്കാൾ ശക്തിയുള്ള എന്തിനേയും അവർ കണ്ടെത്തിയതിനെ എല്ലാത്തിനെയും അവർ ആരാധിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന, ക്രൈസ്തവർ വിശ്വസിക്കുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഈശോ പറഞ്ഞു തന്നാണ്. ഈശോയാണ് വെളിപാടിൻ്റെ പൂർണ്ണത. ഈശോ പറഞ്ഞു, ഒരു പിതാവുണ്ട്, ഒരു പുത്രനുണ്ട്, ഒരു പരിശുദ്ധാത്മാവും. അപ്പോഴാണ് നമ്മളുടെ അടുത്ത ചോദ്യം വരുന്നത്, എന്തിനാണ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും? അത് സ്നേഹിക്കപ്പെടാൻ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ദൈവസങ്കല്പമാണ് ക്രൈസ്തവ ദൈവസങ്കല്പം. അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സ്നേഹമാണ്. അപ്പം നമുക്കറിയാം, സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കാനും ഒരാളുണ്ടാകണം, സ്നേഹിക്കപ്പെടാനും ഒരാളുണ്ടാകണം. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവം തന്നെ പരസ്പരം സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടണം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, പരിശുദ്ധ പിതാവേ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ത്രിയേക ദൈവമുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ കുട്ടിയുടെ നിഷ്കളങ്കതയിൽ നിന്നുണ്ടായ ഒരു സംശയം ഇപ്രകാരമായിരുന്നു, ദൈവമാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ്. പക്ഷേ ഈ സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുമ്പ് ദൈവം എന്തെടുക്കുകയായിരുന്നു? ഈ ത്രിത്വൈക ദൈവം എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പോൾ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നുണ്ട്. നമ്മുടെ സങ്കല്പത്തിൽ ദൈവം സ്വർഗത്തിലിരുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുന്ന ഒരു ദൈവമാണ്, ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന ദൈവമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ കുട്ടി ചോദിച്ചു, ഈ മനുഷ്യനെയും പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എന്തെടുക്കുകയായിരുന്നു? ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെയാണ് ഉത്തരം പറയുക, ദൈവം സ്നേഹിക്കുകയായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം പരസ്പരം സ്നേഹിക്കുകയായിരുന്നു. അതാണ് പ്രപഞ്ചത്തിന് സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം ഉണ്ടായിരുന്നു. അനാദി മുതൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു സൃഷ്ടിയായിരിക്കാം പ്രപഞ്ചവും മനുഷ്യനും എന്ന് പറയുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണല്ലോ മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ത്രിയേക ദൈവം ഒരുമിച്ച് തീരുമാനമെടുക്കും. ഇതിനകത്ത് അഗസ്റ്റിന്റെ ചിന്താഗതിയാണ് ശരിക്കും പറഞ്ഞത്. വിശുദ്ധ അഗസ്റ്റിനാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്. ദൈവം സ്നേഹമാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി സ്നേഹമാണെന്ന് പറയുമെങ്കിൽ സ്നേഹിക്കണം, നല്ല പറയാൻ പറ്റുള്ളൂ, സ്നേഹമാണ്. അപ്പൊ ദൈവം ആരെയാണ് സ്നേഹിക്കുന്നത്? ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ദൈവം പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു. പക്ഷേ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും ദൈവമുണ്ട്. അപ്പൊ ദൈവം സ്നേഹമായത് പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോഴാണോ? ഒരിക്കലും ആവരുത്. അനാദി മുതലേ ദൈവം സ്നേഹമാകണം. അനാദി മുതൽ ദൈവം സ്നേഹമാണെങ്കിൽ, ഈ പ്രപഞ്ചവും മനുഷ്യനും ഉണ്ടാകുന്നതിന് മുമ്പും ദൈവം സ്നേഹമാണെങ്കിൽ, 3 കാര്യങ്ങൾ അവിടെ ഉണ്ടാകണം. സ്നേഹിക്കുന്ന ഒരു വ്യക്തി, സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി, സ്നേഹമുണ്ടാകണം. സ്നേഹിക്കുന്ന വ്യക്തിയാണ് പിതാവായ ദൈവം, അച്ഛൻ പറഞ്ഞു. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് പുത്രനായ ദൈവം. സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ഈ സ്നേഹമാണ് അവരെ ഒരുമയിൽ നിർത്തുന്നത്. അത് വിശുദ്ധ അഗസ്റ്റിന്റെ ഒരു ചിന്താഗതി. പിന്നീട് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീനും ഇത് തന്നെയാണ് ആവർത്തിച്ച് ട്രിനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. ഇതിനകത്ത് അച്ഛൻ പറഞ്ഞൊരു കാര്യം, യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അഗസ്റ്റിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വീണ്ടും ആവർത്തിക്കേണ്ടാത്ത കാര്യമാണ്. പക്ഷെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത്, അതാണ് അൻസലവും അഗസ്റ്റിനും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വസിക്കുക, മനസ്സിലാക്കുക. ആദ്യം വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക്
ട്രിനിറ്റിയെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതെല്ലാം എന്താണ്? ട്രിനിറ്റിയെ കുറിച്ച് വെളിപ്പെട്ട് കിട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷേ പൂർണ്ണമായ വെളിപ്പാട് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇതൊരു രഹസ്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊരു രഹസ്യമാണ്. ഇതൊരു രഹസ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ ട്രിനിറ്റി പഠിപ്പിച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്. ഈ രഹസ്യം എന്നതിന്റെ അർത്ഥം ഒരിക്കലും നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്കെല്ലാം രഹസ്യമാണെന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചാൽ പോരെ. അല്ല, രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വെളിപ്പെടുത്തുന്നത് വരെ നമുക്കത് മനസ്സിലാവില്ല. ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എങ്കിൽ ദൈവം ത്രിത്വത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണല്ലോ ബൈബിളിലെല്ലാം ഉണ്ട്. അപ്പൊ ത്രിത്വത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ അത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റത്തില്ല. ത്രിത്വേക ദൈവത്തെ പൂർണ്ണതയിൽ നമുക്ക് യുക്തി കൊണ്ട് ഇതാണ് കാര്യം. യുക്തി കൊണ്ട് 1+1+1=3 എന്നാണ്. 1+1+1=1 എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ യുക്തി കൊണ്ട് പൂർണ്ണതയിൽ അത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്താണ്. അതാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അവിടെ ഒരു ചോദ്യം ഇതാണ്, 1+1+1=1 ആകുമോ? നമുക്കൊന്ന് പ്രപഞ്ചത്തിലേക്ക് നോക്കാം. ഈ ഏകത്വവും ത്രിത്വവും സാധ്യമാണോ? പ്രപഞ്ചം എന്നെടുത്ത് നോക്കിയേ. പ്രപഞ്ചത്തിലെ ഏതൊരു പദാർത്ഥം എടുത്ത് നോക്കാം. ഈ പദാർത്ഥം 3 രീതിയിൽ ഉണ്ടാകാം. സോളിഡ്, ലിക്വിഡ്. നമ്മളെ ബേസിക് കെമിസ്ട്രിയാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഏത് പദാർത്ഥവും ഈ 3 സ്റ്റേറ്റിലും ഉണ്ടാവും. ഇനി നമ്മൾ ഒരു മരം എടുത്ത് നോക്കിക്കോ. അതിനൊരു വേരുണ്ട്, ഒരു സ്റ്റെമ്മുണ്ട്, ഇലകളുണ്ട്. അതും ഒരു ബേസിക് റിയാലിറ്റിയാണ്. മനുഷ്യനെ എടുത്ത് നോക്കിക്കോ. മനുഷ്യന് 3 റിയാലിറ്റികളുണ്ട്: ബോഡി, മൈൻഡ്, സോൾ. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഇതുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിൽ ഈ 1 എന്ന് പറയുന്നതിൽ 3 ഉണ്ട്. ഇതുപോലെയാണോ ത്രിത്വം എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇതുപോലെ നമുക്ക് ത്രിത്വത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ് ഈ പറയുന്നതെല്ലാം? പ്രപഞ്ചത്തിൽ ഈ 1ഉം 3ഉം ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? യൂണിറ്റിയിൽ മൾട്ടിപ്ലിസിറ്റി പോസിബിൾ ആണ്, മൾട്ടിപ്ലിസിറ്റിയിൽ യൂണിറ്റി പോസിബിൾ ആണ്. ഏകത്വത്തിൽ ജ്ഞാനത്വവും, ജ്ഞാനത്തിൽ ഏകത്വവും പോസിബിൾ ആണ്. പ്രപഞ്ചത്തിൽ അതുണ്ട്. എങ്കിൽ ഏകദൈവമായ ത്രിത്വവും പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഇതൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഏകദൈവമാണ്, ത്രിത്വമാണ്, 3 വ്യക്തികളാണ്. ഈ 3 വ്യക്തികളും ദൈവമാണ്, ഏകദൈവമാണ്. അതിൽ വ്യത്യാസമില്ല. അപ്പോൾ പിതാവ് പിതാവായിരിക്കുന്നത് പോലെ പിതാവാണ്. അപ്പൊ പിതാവ് എങ്ങനെയാണ്? ഇപ്പൊ സത്ത ഒന്നാന്ന് പറയുമ്പോൾ പിതാവ് പിതാവിൽ പൂർണ്ണനാണ്. അവിടെ പുത്രനും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. പുത്രൻ അതിൽ തന്നെ പൂർണ്ണനാണ്. അവിടെ പിതാവും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൽ പൂർണ്ണനാണ്. അവിടെ പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്. ഒരിക്കലും നമ്മൾ വിചാരിച്ചേക്കല്ലേ ഈ ദൈവത്വം എന്ന സത്ത 3 പേര് കൂടി ഡിവൈഡ് ചെയ്തെടുത്തേക്കുമല്ല. 3 പേരും അതിൽ തന്നെ പൂർണ്ണരാണ്. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ പറയരുത് ഇവർ വ്യത്യസ്തരല്ല എന്ന് പറയരുത്. വ്യത്യസ്തരല്ല എന്ന് പറയുന്നത് പാഷണ്ഡതയാണ്. ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അതാണ് വ്യതിരിക്തരാണ്, ഡിസ്റ്റിങ്ഷനാണ്. അവിടെയാണ് നമ്മൾ പറയേണ്ടത് പിതാവ് ഒരിക്കലും പിതാവാണ്, അതായത് ആ പുത്രനും പരിശുദ്ധാത്മാവും അല്ല. പിതാവിന് പിതാവിൻ്റെതായതുകൊണ്ട് പിതൃത്വം അത് പിതാവിനായുള്ളൂ. പിതൃത്വം. പുത്രന് പുത്രത്വം അത് പുത്രനാണുള്ളത്. അത് പിതാവിനും പരിശുദ്ധാത്മാവിനും അല്ല. പരിശുദ്ധാത്മാവിനുള്ളത് എന്താ? പുറപ്പെടലാണ്. അത് പിതാവിനും പുത്രനും അല്ല. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് അവരുടെ ഉത്ഭവത്തിൽ അവര് വ്യതിരിക്തരാണ്. അവിടെയാണ് അവര് വ്യതിരിക്തതയുള്ളത്. ഉത്ഭവത്തിൽ അവര് വ്യതിരിക്തരാണ്. ഈ പുത്രന്റെ ഉത്ഭവവും പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു. അവിടെയാണ് ഇവര് 3 പേരും ആദ്യം മുതലേ ഉണ്ട്, നിത്യതയിലുണ്ട്. ഒരിക്കലും വിചാരിച്ചേക്കൽ ആദ്യം പിതാവ് വന്നു, കുറച്ച് കഴിഞ്ഞപ്പോ പുത്രൻ വന്നു, കുറച്ച് കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് വന്നതല്ല. പിതാവ് പുത്രനെ ജനിപ്പിക്കുന്നു. അതാണ് ബിഗോട്ടൻ സൺ എന്ന് പറയുന്നത്. പുത്രൻ ജനിപ്പിക്കപ്പെട്ടവനാണ്. പരിശുദ്ധാത്മാവോ പുറപ്പെട്ടതാണ് പിതാവിൽ നിന്നും. അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ സഭകൾ പറയുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. പൗരസ്ത്യ സഭകൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. ഇതാണ് അവരുടെ ഉത്ഭവം. ഇതിലവര് വ്യതിരിക്തരാണ്. അപ്പൊ ഈ ഒരു ഫങ്ഷൻ അവർക്ക് ഡിഫറെന്റ് ആണ്. അപ്പൊ അത് പുത്രനും പരിശുദ്ധാത്മാവും അല്ല സൃഷ്ടിക്കുന്നത്, അത് പിതാവിന്റെ ഇതാണ്. പക്ഷേ ഇവര് 3ഉം നിത്യതയിൽ മുതലേ ഒരുമിച്ചാണ്. അനാദി മുതൽ ഇനി എന്നും അവർ ഒരുമിച്ചാണ്. അപ്പൊ അവർ ഒരുമിച്ചായിരിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? അവരിൽ നിന്നാണ് നമ്മൾ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുക. ഇവരെ ഒന്നിപ്പിച്ചു നിർത്തുന്നത് എന്താ? നമ്മൾ പറഞ്ഞു 3 വ്യക്തികളാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പയാണ് പറയുന്നത്
ഈ വ്യക്തികൾ എന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചേക്കട്ടെ, പേഴ്സൺ ഇംഗ്ലീഷിൽ വരുമ്പോൾ പേഴ്സൺ, ദേ ആർ 3 പേഴ്സൺസ്. പേഴ്സൺ എന്ന് പറയുമ്പോൾ കയ്യും കാലും ഉള്ള പേഴ്സൺ ആണെന്ന് വിചാരിച്ചേക്കല്ലേ, നമ്മളാണത്. പക്ഷെ എന്താണ് ഇവരുടെ പേഴ്സൺ എന്ന് പറയുന്നത്? അത് അവരുടെ ബന്ധമാണ്, റിലേഷൻഷിപ്പാണ്. ഇവരുടെ റിലേഷൻഷിപ്പിനെയാണ് ആ പേഴ്സൺ സൂചിപ്പിക്കുന്നത്, ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ? അവരുടെ ബന്ധത്തെയാണ്. പിതാവ് എന്ന ആ ഒരു ബന്ധം, പുത്രൻ എന്ന ബന്ധം, പരിശുദ്ധാത്മാവ് റൂഹ എന്ന ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ബന്ധത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് എന്താ? സ്നേഹം. സാധാരണ ഗതിയിൽ കുടുംബ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബം എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് ഒരു അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, കുറേ പേഴ്സൺസ് ഉണ്ട്, വ്യക്തികളുണ്ട്. ഈ വ്യക്തികളെ ഒരുമിപ്പിക്കുന്ന സ്നേഹ കൂട്ടായ്മയുടെ പേരാണ് കുടുംബം. പല കുടുംബങ്ങളില്ല, ഒരു കുടുംബത്തിൽ പല കുടുംബങ്ങളില്ല. ഒരു കുടുംബത്തിൽ പല വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ ഒരുമയിൽ, ആ സ്നേഹത്തിൽ അതിനെ കുടുംബം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനിതൊരു കാരണം കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കുറേ നമുക്ക് കാണാൻ സാധിക്കുന്ന ഉദാഹരണങ്ങൾ ഉപമയിലൂടെ പറഞ്ഞല്ലോ. എന്നതുപോലെ തന്നെ പറയാം, ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് കുടുംബം. സ്നേഹമാണ് ത്രിത്വത്തെ ഒന്നിപ്പിക്കുന്നത്. സ്നേഹമാണ് നമ്മുടെ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നത്. ഈ സ്നേഹം ആവശ്യമാണ്. സ്നേഹം ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കില്ല. ഇപ്പം ഒരു പരിധി വരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഈ പരിശുദ്ധ ത്രിത്വമായിരിക്കേണ്ടതിന്റെ ഒരു മാനുഷിക തലം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഒരു മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സ്നേഹിച്ചതുപോലെ പിതാവ് പുത്രനെ അഗാധമായി സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ആ ഒരു സ്നേഹം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിലും ദൈവത്വം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് സാക്രിഫൈസും ഉണ്ട്. പിതാവായ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പുത്രൻ തന്നെ ബലി കഴിപ്പിക്കുന്നു. അപ്പോൾ അത് ഒരു കുടുംബത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഭർത്താവിന് ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഭാര്യ ചില വെട്ടുവീഴ്ചകൾ നടത്തുന്നു. ഭാര്യ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകാൻ വേണ്ടി ഭർത്താവ് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, തന്നെ സമയം മാറ്റിവെക്കുന്നു, മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. സാക്രിഫൈസിൻ്റെ അത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സ്നേഹം. മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി അധ്വാനിക്കുകയും ക്ഷീണിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പിതാവിന് ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പുത്രൻ തന്നെ ബലിയർപ്പിക്കും. ഇവിടുന്ന് പുത്രൻ പിതാവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ താൻ നീതീകരിച്ച ദൈവജനത്തിന് വീണ്ടും ശക്തി നൽകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നു. ഇതെല്ലാം അവർ തമ്മിലുള്ള ക്രിയകളുടെ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ എടുത്ത് പറയാൻ പറ്റും. പക്ഷെ പ്രത്യേകമായിട്ട് ത്രിത്വം ഇതാണ്, എക്സാക്ട്ലി ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ കുറേ നമുക്ക് പ്രചോദനങ്ങൾ നൽകുന്നുണ്ട്. സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, അങ്ങനെ കുറേ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇന്നതാണ് എന്നൊരു ഉറച്ചൊരു ഡെഫിനിഷൻ ഒരിക്കലും ത്രിത്വൈക ദൈവത്തെ ഒരു കോൺക്രീറ്റ് ആയിട്ട് ത്രിത്വത്തെ നമുക്ക് കാണാനോ ഡിഫൈൻ ചെയ്യാനോ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് സാധ്യമല്ല. ദൈവം വെളിപ്പെടുത്തിയതെന്തോ അത് തന്നെയാണ്. എങ്കിലും ഈ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് നമ്മുടെ സഭയെ നിലനിർത്തുന്നത്, ഈ ലോകത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഒന്നായി ഉച്ചസ്വരത്തിൽ എന്നുള്ള ഗാനം ജനങ്ങളെല്ലാം ഒരുമിച്ച് പാടുമ്പോൾ വൈദികർ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, അങ്ങ് പരിശുദ്ധനാവുന്നു, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പിതൃത്വവും അങ്ങിൽ നിന്നാവുന്നു. പുത്രനായ ക്രിസ്തുവെ, അങ്ങ് പരിശുദ്ധനാവുന്നു, എല്ലാം അങ്ങ് വഴി നീതീകരിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് പരിശുദ്ധനാകുന്നു, എല്ലാം അങ്ങ് വഴി പൗത്രീകരിക്കപ്പെടുന്നു. അപ്പൊ ഈ ഒരു ദൗത്യങ്ങൾ ത്രിത്വത്തിലൂടെ അവരുടെ സ്നേഹത്തിന്റെ ഫലമായിട്ട് കടന്നു വരികയാണ്. പിതാവ് സൃഷ്ടികർമ്മം, പുത്രൻ രക്ഷണകർമ്മം, പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്ന ദൗത്യം. ഇതവരുടെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ കൂട്ടായ പ്രവർത്തനമാണ്. പിതാവ് മാത്രമാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. പുത്രൻ മാത്രമാണ് രക്ഷിക്കുന്നത് എന്ന് കരുതാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് മാത്രമാണ് വിശുദ്ധീകരിക്കുന്നത് നമുക്ക് കരുതാൻ പറ്റില്ല. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പൊ ആ ഒരു ബോധ്യത്തിൽ നമുക്കായിരിക്കാം. ത്രിത്വൈക ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസത്തിൽ നിന്നും ആ രഹസ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ആ ഒരു ബോധ്യത്തിൽ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവരായ നമുക്ക് നമ്മുടെ വിശ്വാസ യാത്ര തുടരാം. പിതാവായ ദൈവത്തിലും പുത്രനായ യേശു ക്രിസ്തുവിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും ആഴമായ വിശ്വാസത്തിലും ബോധ്യത്തിലും നമ്മുടെ ജീവിതയാത്ര, വിശ്വാസയാത്ര തുടരാം. ത്രിത്വൈക ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.